പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് പോസിറ്റീവായിട്ട് കാണണം എന്നൊക്കെ തോന്നിയത്. കാരണം ഇപ്പൊ നമ്മളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആളുകളുടെ ഇടയിൽ പറയാനുള്ളൊരു സാഹചര്യം എന്നുണ്ട് ഏതൊരാൾക്കും. അതെ, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതെ അതെ, അതിന്റെ പോസിറ്റീവായിട്ട് അതിന്റെ വശങ്ങളെ മാത്രം കണ്ടാൽ മതി എനിക്ക് തോന്നുന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞപ്പം ഈ ട്രോൾസ് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ഇപ്പൊ നടക്കുന്ന സമയങ്ങളാണല്ലോ. ട്രോൾസിനൊക്കെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യണത്? ട്രോൾസ് ഞാൻ ആസ്വദിക്കാറാണ്. പിന്നെ ഇനിയിപ്പോ അത് ട്രോൾസ് കണ്ട് നമുക്ക് മനോവിഷമത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അതൊക്കെ നേരിടാനുള്ളൊരു ആത്മബലം സ്വാഭാവികമായിട്ടും നമ്മളത് നേരിട്ടേ പറ്റുള്ളൂ. അത് ഒരു ഫിലിം മേക്കർ ആകുമ്പോൾ അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും കിട്ടുന്നുണ്ടല്ലോ ട്രോള്. സിനിമയ്ക്ക് കുറച്ചും കൂടി അത് കലാപരമായിട്ട് അവരത് അവതരിപ്പിക്കും. സിനിമക്കാരെ ഒന്നും കൂടി നല്ല മനോഹരമായിട്ട് ട്രോളെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ട്രോള് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആ രീതിയിൽ അതിനെ എടുത്താൽ മതി. ട്രോള് പേടിച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ.